ലാലേട്ടൻ അടക്കം ചിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധി. രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. രേണു സുധിയെ കണ്ടപാടെ ലാലേട്ടൻ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം പറഞ്ഞത്, ഞാൻ ജപ്പാനിൽ ഈയിടയ്ക്ക് പോയിരുന്നു, അവിടെയും എന്നോടും പലരും ചോദിച്ച കാര്യം രേണു സുധിയെ പറ്റിയാണ്. അത്രയ്ക്ക് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേണയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത്. കുടുംബങ്ങളടക്കമുള്ള അങ്ങനെ ഒടുവിൽ ബിഗ് ബോസ് വീണ്ടും വന്നിരിക്കുവാണ്. ഇനി കുറച്ച് മണിക്കൂറുകളും കൂടി ബാക്കിയുള്ളൂ ബിഗ് ബോസ് നമുക്ക് ടി.വിയിൽ കാണാനായിട്ട്. എല്ലാവരും എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നു. ഇക്കാര്യം പ്രത്യേകിച്ച് രേണു സുധി എന്ന് പറയുന്ന ഒരു ആള് അതിനകത്ത് ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഷോയ്ക്ക് ഈ പ്രാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും റീച്ചാണ്, മാക്സിമം കണ്ടന്റ് കൊടുക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അവരുടെ നെഗറ്റീവ് സൈഡും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ, പക്ഷെ എന്നാൽ പോലും അവർ കൊടുക്കുന്ന കണ്ടന്റ് ഭയങ്കരമായിരിക്കും. നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ കണ്ടന്റ് കൊടുക്കണം. ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ വെറുപ്പിക്കരുത്. എത്രത്തോളം കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കണ്ടന്റുകൾ കൊടുക്കുക, എങ്കിലേ കാര്യമുള്ളൂ. എന്തായാലും നമ്മുടെ രേണു സുധി അതിനകത്ത് ഉണ്ടായത് കൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ആർക്കും പേടിക്കേണ്ട വരത്തില്ല. രേണു സുധിയെ ലാലേട്ടൻ നേരിട്ട് കണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ലാലേട്ടൻ അടക്കം ചിരിച്ച ഒരു മത്സരാർത്ഥി മറ്റാരുമല്ല രേണു സുധി. രേണു സുധിയും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. രേണു സുധിയെ കണ്ടപാടെ ലാലേട്ടൻ കുശലാന്വേഷണങ്ങൾ നടത്തിയ ശേഷം പറഞ്ഞത്, ഞാൻ ജപ്പാനിൽ ഈയിടയ്ക്ക് പോയിരുന്നു, അവിടെയും എന്നോടും പലരും ചോദിച്ച കാര്യം രേണു സുധിയെ പറ്റിയാണ്. കേട്ടല്ലോ, ഞാൻ ഈ അടുത്ത് ജപ്പാനിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ആൾക്കാർ വരെ രേണു സുധിയെ പറ്റി ചോദിച്ചു എന്ന്. പിന്നെ എന്താ വേണം, മഹാനടനായിട്ടുള്ള മോഹൻലാലാണ് രേണു സുധി എടുത്ത് ഈ കാര്യം പറയണത്. കാര്യം രേണു അത്രയും വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് സകലമാന പേർക്കും അറിയാം. അപ്പോൾ 100% ഞാൻ അതുകൊണ്ട് എടുത്ത് പറയാം, ഈ ഒരു ഷോ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന വ്യക്തിയായിരിക്കും രേണു സുധി. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. എന്തായാലും അതിനകത്ത് ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കുമെന്ന് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, എത്ര കണ്ടന്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളുടെ ഓട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് കഴിവതും കണ്ടന്റുകളൊക്കെ കൊടുത്തോ ആൾക്കാരെ വെറുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്രയ്ക്ക് ഫേമസ് ആണല്ലോ എന്നുള്ള രീതിയിൽ തമാശ രൂപേണയാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത്. കുടുംബങ്ങളടക്കമുള്ള ഒരു AVയും അവിടെ കാണിച്ചു എന്നറിയാൻ കഴിഞ്ഞു. സുധിച്ചേട്ടൻ ട്രാവലിംഗിനും മറ്റും ഉപയോഗിച്ച ഒരു ട്രോളി ബാഗുമായാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് എത്തുന്നത്. സുധിച്ചേട്ടൻ ഉപയോഗിച്ച ട്രാവൽ ബാഗൊക്കെ കൊണ്ടാണ് രേണു സുധി കയറി ചെന്നേക്കുന്നത്. ഇനിയിപ്പം പെർഫ്യൂം അകത്തോട്ട് കയറ്റിയോന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല പുറത്തുനിന്നുള്ള സാധനങ്ങൾ അങ്ങനെ അകത്ത് കയറ്റാൻ പറ്റുമെന്ന്. കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് എന്ന്. എന്തായാലും സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ഒരു ബിഗ് ബോസിനകത്തും മാക്സിമം സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കും രേണു. അതാണ് രേണുവിൻ്റെ ഒരു ക്യാരക്ടർ. കാര്യം പുറത്ത് എന്താണോ കാണിച്ചുകൊണ്ടിരുന്നത് അതെന്തായാലും അകത്തും കാണിക്കും. പക്ഷേ ഇവിടെ വേറൊരു വലിയൊരു കാര്യമുണ്ട്, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അത് വളരെ സത്യമല്ലേ. പക്ഷേ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സുധിയുടെ പേര് വെച്ച് എന്തെല്ലാം നേടിയെടുത്തു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വരെ എത്തിപ്പറ്റി. അവർ നെഗറ്റീവിലൂടെ ആയിക്കഴിഞ്ഞാലും ആ ഒരു ഷോയിൽ കയറി പറ്റുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ആ ഒരു കാര്യത്തിനകത്തൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇവർ എന്ത് പറയണ്ടേ, പബ്ലിക്കിനെ പൊട്ടന്മാരാക്കുന്നു. പിന്നെ ഇവർ സംസാരിക്കുന്ന നിലപാടുകളിനകത്തോട്ട് ഉറച്ചു നിൽക്കുന്നില്ല, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിനകത്തോട്ടാണ് നമുക്കൊക്കെ വിയോജിപ്പുള്ളത്. അതായത് ആ മരിച്ചുപോയ മനുഷ്യൻ്റെ പേര് അനാവശ്യമായിട്ട് ചുമ്മാ വലിച്ചടിച്ചുകൊണ്ട് നടക്കുന്നതിനകത്തൊക്കെയായിരുന്നു ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞ വിരോധം. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. അല്ലാതെ രേണു സുധി ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടണ്ട, രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ നശിച്ചു പോകണം, ഇങ്ങനെയൊന്നും നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ കയറി നല്ല ഗെയിം കളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അതിനകത്ത് ഒരിക്കലും ഞാൻ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവരത്തേ ഇല്ല. പുറത്തെന്തോ നടന്നിട്ടുണ്ടോ അത് ഞാൻ അവിടെ കളയും. നല്ലൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നേരെ മറിച്ച് അതിനകത്ത് ചെന്നിട്ട് പുള്ളിക്കാരത്തിയുടെ തനി സ്വഭാവം ഉണ്ടല്ലോ, ആ ഒരു ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ റിയൽ ഫേസ് വെളിയിൽ വരുന്നൊരു സ്വഭാവം. ആ രീതിയിൽ കുറച്ച് പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തിട്ട് വലിച്ചു കയറും, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്തായാലും ചെന്ന ദിവസം തന്നെ അവിടെ അടി പൊട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ രേവതി ചേച്ചി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ലിസ്റ്റ് പറയാമേ ഒന്നും കൂടെ ലിസ്റ്റ് പറഞ്ഞാൽ രേണു സുധി അവസാനമാണ് കയറിയിരിക്കുന്നത്. അത് അവിടെ കയറിയ പാട് അടി പൊട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, കണ്ടറിയാം. അത് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെങ്കിലും കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തരംഗം സൃഷ്ടിച്ചിരിക്കും. അതാണ് രേണു. ചെന്ന ദിവസം തന്നെ അടി ഉണ്ടാക്കാൻ വേറെ ആരുണ്ട്? രേണു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിനൊക്കെ. എന്തായാലും ഈ വരുന്ന ഇത്രയും കണ്ടസ്റ്റൻസ്, ഏകദേശം 10-18 കണ്ടസ്റ്റൻസ് അങ്ങോട്ടുണ്ട്. ആ കണ്ടസ്റ്റൻസ് എല്ലാവരും ഈ ഒരു ലേഡിയെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. യാതൊരു മാറ്റവും. കാര്യം സോഷ്യൽ മീഡിയ മുഴുവനും രേണു എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുവാണ്. അപ്പോൾ 100% രേണുവിനെ തന്നെയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അത് അതിനകത്ത് ഒരു കണ്ടസ്റ്റൻറ്റ് രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഇനി ബാക്കി നാളെ ഗ്രാൻഡ് ലോഞ്ച് അല്ല, ഇന്ന് ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിട്ട് നാളത്തെ പ്രൊമോ കാണിക്കുമല്ലോ, അതിലാണ് കാണേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് രാത്രിയിലത്തെ പ്രൊമോയിൽ കാത്തിരിക്കാം. രേണുവിൻ്റെ കുറച്ച് പെർഫോമൻസ് ഒക്കെ കാണാം. കാര്യം ഈ അടിയുടെ കുറച്ച് സീൻസൊക്കെ എടുത്തെടുത്ത് കാണിക്കൂടെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം രേണുവിൻ്റെ കൂടെയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, നൂറ ആദിൽ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസാണ്.
അതിനകത്ത് നൂറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, അവർ ഈ രേണുവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം. കരയത്തില്ല ഇല്ലില്ല ഇല്ലില്ല നാളെ കാണാട്ടോ. ഓക്കേടാ നമ്മൾ വരാം. ഞാൻ 10 മണിയാകുമ്പോൾ വിളിക്കാം എറണാകുളത്ത്. 11 മണിക്ക് അവിടെ ഇന്റർവ്യൂ. ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷനാണ് രേണു കരഞ്ഞ് കൂടെയുള്ളവർ യാത്ര ചോദിച്ചപ്പോൾ. ഭർത്താവിൻ്റെ 2ാമത്തെ ചരമവാർഷികമാണ്. അപ്പോൾ ആണ്ടിനെ പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ശ്രുതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച് പെരേര എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു. കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് അതിൽ ഇവരെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നുമല്ലേ പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ 7 രേണുവിൻ്റെ കൂടെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ആരെയായിരിക്കും? രേണുവിനെ തന്നെയായിരിക്കും. കാര്യം എന്താണ്? കാര്യം രേണു കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് അറിയാം. കാര്യം രേണുവിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് സപ്പോർട്ടും വീഴത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയെന്ന് പറഞ്ഞാൽ. പിന്നെ PR ടീമൊക്കെ മനസ്സറിഞ്ഞ് പണിയെടുക്കുന്ന ഞാൻ കണ്ടു. എൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും വരണം, നിങ്ങൾ മാക്സിമം സപ്പോർട്ടുകൾ കൊടുക്കണം, ഒരു പ്രശ്നവുമില്ല അതിനകത്ത്. ഓക്കെ, അതുകൊണ്ട് നല്ല രീതിയിലുള്ള പണികൾ എടുക്കണം. കാര്യം കാശ് മേടിക്കുന്നതിനകത്ത് അതിന് നമ്മളൊരു ഒരു 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 കൂറ് കാണിക്കണം, മനസ്സിലായ? രേണുവിനെ സംബന്ധിച്ച് അതില്ല. രേണുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് PR ഒക്കെ തന്നെങ്കിലും പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നീയൊക്കെ പോടാ നാറികളായെന്ന് തന്നെ പറയും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിടുന്ന ഓരോ കമൻറ്റിനും ഞങ്ങൾക്കൊക്കെ ഭയങ്കര നന്ദിയുണ്ട്. അതുകൊണ്ട് PR ടീമുകൾ പെട്ടെന്ന് തന്നെ വരണം. ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെ നിരത്തി പിടിച്ച് ഞങ്ങൾ കമൻറ്റ് ഇട്ടോണം, എല്ലാ വീഡിയോയും കേട്ടോ. കാര്യം നല്ല രീതിയിലുള്ള പണിയാണ് എടുക്കുന്നത്. കാര്യം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ്റെ ടീമുകളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ദാറ്റ്സ് നോട്ട് ദ വേ പീപ്പിൾ ഷുഡ് ബി. അങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചിരിച്ച് കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ചരമവാർഷികത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ച് കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കെട്ടിയോൻ കൂടെ അഭിനയിക്കുന്ന ആൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കരച്ചിൽ തന്നെ എന്തിനാണ്? ഇവിടെ ശരിക്കും കെട്ടിയോൻ സുധിയാണോ അതോ ഈ പ്രതീക്ഷയാണോ? എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത്? ഇത് ഡ്രാമയോ? അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കുമായിരിക്കില്ലക്ക. എനിക്കറിയുമ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ അല്ല ഇവിടെ ആരപ്പോൾ കെട്ടിയോൻ? സുധിയാണോ പ്രതീക്ഷയാണോ? ഈ സുധിയെ പറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ഒരു ഷോയ്ക്കകത്ത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. നിങ്ങൾ നോക്കിക്കോ, രേണു കാണിക്കുന്ന അതിനകത്ത് പല പ്രവർത്തികളും എല്ലാവരും ചോദിക്കുകയും ചെയ്യും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കുകയും ചെയ്യും. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ വെച്ചിട്ട് ഔട്ടായി കഴിഞ്ഞാൽ തീർന്ന്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തൊക്കെ നടക്കുന്നില്ലേന്ന്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുവാണ്, പിന്നെ എങ്ങനെയാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതെന്ന്. എന്തോരം പച്ച കള്ളമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഇവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവർ ബിഗ് ബോസിൽ കയറിയെന്ന് സകലമാന പേർക്കും അറിയാം. അനാവശ്യമായിട്ട് വീണ്ടും അവരിട്ടൊരു വീഡിയോ ആണത്. അല്ലെങ്കിൽ അവരൊരു കാര്യം ചെയ്യണമായിരുന്നു, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പബ്ലിക് ആക്കണമായിരുന്നു. ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ചുമ്മാ അനാവശ്യമായിട്ട് ചേച്ചിയും പിടിച്ചടുത്തിരുത്തിയിട്ട് ഞാൻ ബിഗ് ബോസിലോട്ടൊന്നും പോകുന്നില്ല, എനിക്ക് അതിൻ്റെ താല്പര്യമില്ലെന്ന്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്തും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. എന്നെ വിളിച്ചിട്ടില്ല എന്ന് ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രേണുവിൻ്റെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുവാണ്. 10-20 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണത്. എന്നിട്ടാണ് വന്നിരുന്ന ഈ ഡയലോഗ് പറയുന്നത്. ഇവിടെയും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ലിറ്ററലി പുള്ളിക്കാരത്തി മണ്ടന്മാരാക്കുവാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രേണു എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ശാരിക എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ടല്ലോ, അവരെന്തായാലും രേണുവിൻ്റെ കൂടെ ഈ പ്രാവശ്യം ബിഗ് ബോസിനകത്തുണ്ട്. എന്താണ് 2 എണ്ണം കൂടെ കാണിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. പുറത്ത് നിന്ന് പ്ലാൻ ചെയ്തിട്ട് അകത്ത് പോയി ഗെയിം കളിക്കാൻ വല്ലതാണെങ്കിൽ 100% നമ്മളെല്ലാവരും എടുത്ത് വെച്ച് വലിച്ചു കീറും, യാതൊരു സംശയവുമില്ല. കാര്യം പുറത്ത് നിന്ന് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അകത്ത് കയറി പ്ലാൻ ചെയ്തിട്ടുള്ള കളിയാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ബിഗ് ബോസ് സീസൺ 7 ഇനി തുടങ്ങാൻ മണിക്കൂറുകളും കൂടി ഉള്ളൂ ബാക്കി. നിങ്ങളെല്ലാവരും ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറോ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.